السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا വസിദ്ന ഇൽമൻ നാഫിഅ. പ്രിയപ്പെട്ട തഹസ്സുലിൻ്റെ പഠിതാക്കളായി മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച നവാക്കിബുൽ ഇസ്ലാം, ദീനും മുറിഞ്ഞു പോകുന്ന ബാത്തിലായി പോകുന്ന കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഇപ്പോൾ നമ്മൾ പഠനവിധേയമാക്കുന്നത്. അങ്ങനെ ഈ ഗ്രന്ഥത്തിൽ ദീന് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളെ 10 പോയിന്റുകളായിട്ടാണ് ഷെയ്ഖ് റഹിമഹുല്ല അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി അങ്ങനെ എണ്ണിപ്പറഞ്ഞിട്ടുള്ള 3 നാക്കിദകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അശ്ശിർക്കു ഫില്ല, അള്ളാഹുവിൽ ശിർക്ക് ചേർക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് ഒന്നാമത്തെ നാക്കിലായി, ദീന് മുറിച്ചു കളയുന്ന ബാത്തിലാക്കി കളയുന്ന കാര്യമായി നമ്മൾ പഠിച്ചത്. രണ്ടാമത്തേത് ഇതേ ഗ്രന്ഥത്തിൽ നിന്ന് ഷെയ്ഖ് പറഞ്ഞത് നമ്മൾ പഠിച്ചു. ആരെങ്കിലും അള്ളാഹുവിനും അവർക്കുമിടയിൽ മധ്യവർത്തികൾ സ്വീകരിക്കുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും ഷഫാഅത്ത് ചോദിക്കുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്താൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന, അല്ലെങ്കിൽ ദീന് മുറിഞ്ഞു പോകാൻ കാരണമാകുന്ന നാക്കിലാണ് എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തേത് ഒരു മുശ്രിക്കിൻ്റെ ശിർക്കിൽ അല്ലെങ്കിൽ കുഫറിൽ സംശയം പ്രകടിപ്പിക്കുക, അതുമല്ലെങ്കിൽ ഒരു മുശ്രിക്കിൻ്റെ ശിർക്കിൽ, അവരുടെ കുഫറിൽ നിഷേധിക്കുക, അവരെ ശിർക്കും കുഫറും അംഗീകരിക്കാതിരിക്കുക, അവർ ചെയ്യുന്നത് ശിർക്കും കുഫറുമാണ് എന്ന് അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കുക, അതിനെ മറികടന്ന് അവരുടെ മാർഗം ശരിയാണ് എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ നാക്കിലായി നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നാലാമത്തെ നാക്കിലായി ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നു, അറാബിഉ, നാലാമത്തേത് മൻ ഇഅ്തഖദ അന്ന ഗൈറ ഹദിയിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയിഹി ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി കല്ലദി യുഫദ്ദിലു ഹുക്മ അത്തവാദീത് അലാ ഹുക്മിഹി ഫഹുവ കാഫിർ. നാലാമത്തെ കാര്യം, മൻ ഇഅ്തഖദ, ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വിശ്വസിച്ചാൽ, അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത മാർഗം, ഹദിയ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗം എന്നാൽ പ്രവാചകൻ്റേതല്ലാത്ത മാർഗത്തെക്കുറിച്ച് ആരെങ്കിലും വിശ്വസിക്കുന്നു, അക്മലു മിൻ ഹദിഹി, പ്രവാചകൻ്റെ മാർഗത്തെക്കാൾ, പ്രവാചകൻ്റെ വഴിയേക്കാൾ, ആദർശത്തെക്കാൾ ഒക്കെ പ്രവാചകന്റെ ഹദിയിനേക്കാൾ പരിപൂർണമായ ഹദിയാണ് പ്രവാചകൻ്റേതല്ലാത്ത ഒരാളുടെ മാർഗം എന്നാരെങ്കിലും വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അന്ന ഹുക്മ ഗൈരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരാളുടെ ഹുക്കുമ്, ഒരു വിധി തീർപ്പ്, അഹ്സനു മിൻ ഹുക്മിഹി, പ്രവാചകന്റെ ഹുക്കുമിനേക്കാൾ, വിധി തീർപ്പിനേക്കാൾ നല്ലതാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ, കല്ലദി, ഏതുപോലെ, യുഫദ്ദിലു ഹുക്മ തവാഗീത്, ത്വാഗൂത്തുകളുടെ ഭരണത്തെ, അല്ലെങ്കിൽ ത്വാഗൂത്തുകളുടെ വിധി തീർപ്പിനെ എന്താക്കുക, മുന്തിക്കുക, അല ഹുക്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുക്കുമിനേക്കാൾ, പ്രവാചകന്റെ വിധി തീർപ്പിനേക്കാൾ, പ്രവാചകന്റെ ഹദീനേക്കാളൊക്കെ ത്വാഗൂത്തുകളുടെ ഹുക്കുമിനെ, അവരുടെ വിധി തീർപ്പിനെ ശ്രേഷ്ഠമാക്കിയാൽ, മുന്തിച്ചാൽ, ഫഹുവ കാഫിറുൻ, അവൻ ദീനിൽ നിന്ന് ഭ്രഷ്ട് സംഭവിക്കുന്ന, കുഫ്ർ സംഭവിക്കുന്ന, പുറത്തു പോകുന്ന, മുഖ്രിജും മിനൽ മില്ല, ദീനിൽ നിന്ന് പുറത്തു പോകാൻ പര്യാപ്തമായ കുഫ്ർ സംഭവിക്കും എന്നാണ് നാലാമത്തെ ഹദിയായി ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിട്ടോ ദുനിയാവായിട്ടോ പഠിപ്പിക്കുന്നൊരു കാര്യം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം തന്ന് നിയമമാക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, സ്വാഭിപ്രായം, സ്വന്തം അഭിപ്രായം വെച്ചിട്ടല്ല അദ്ദേഹം സംസാരിക്കുക എന്ന അടിസ്ഥാനത്തെ ഇവിടെ ആദ്യം
നമ്മൾ ഉൾക്കൊള്ളണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. സൂറത്തുൻ നജ്മിലെ 3, 4 ആയത്തുകൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹവയനുസരിച്ച്, അദ്ദേഹത്തിന്റെ തന്നിഷ്ടമനുസരിച്ച് സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. പ്രവാചകന് വഹി നൽകപ്പെടുന്ന, അദ്ദേഹത്തിന് നിർദ്ദേശം, ദിവ്യബോധം നൽകപ്പെടുന്നതല്ലാതെ അദ്ദേഹം സംസാരിക്കുകയില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെടുന്ന വഹി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല് വാക്ക്, അല്ലെങ്കിൽ ഫിഅൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ തഖ്രീർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനാനുവാദമായി പഠിപ്പിക്കപ്പെടുന്ന ഏത് കാര്യങ്ങളും നമ്മൾ സുന്നത്ത് എന്ന് പറയും. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന, പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനം അത് പരിശുദ്ധ ഖുർആൻ വഹിയായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടുള്ള സുന്നത്തും വഹിയാണ് എന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ പറയാറുണ്ടായിരുന്ന, നമുക്കൊക്കെ മനഃപ്പാഠമുണ്ടാകാൻ സാധ്യതയുള്ള ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചകളും ഖുതുബ തുടങ്ങുമ്പോൾ പറയുന്ന ഖുതുബത്തുൽ ഹാജയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറബിയിൽ പറയുന്ന സംസാരത്തിന്റെ ഭാഗത്ത് പറയുന്നത്, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി ഖുതുബത്തിൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജുമുഅ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നു, അമ്മാ ബഅദ്, ഉത്ബോധനത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ പറഞ്ഞ് അമ്മാ ബഅദ്, ഇനി ശേഷം, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും നല്ല സംസാരം, ഖൈറുൽ ഹദീസ്, ഏറ്റവും നല്ല സംസാരം അത് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം, സുന്നത്ത് അല്ലെങ്കിൽ വഴി എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും വഴിയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് വഹീന്റെ ഭാഗമായി മാത്രം പഠിപ്പിച്ചതായിരിക്കും. ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നു, അത് ആത്മീയമായ കാര്യമാകാം, ദുന്യവിയായ കാര്യമാകാം. അഥവാ നിസ്കാരം ഇത്ര റക്അത്ത് വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സക്കാത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അഥവാ വ്യവഹാരങ്ങളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന മാർഗ്ഗങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, മരണപ്പെട്ട ആളുടെ അനന്തര സ്വത്ത് വീതം വെക്കേണ്ടത് ഈ വിധത്തിലാണ് എന്ന കണക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തോന്നിയതുപോലെ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലോ വിചാരങ്ങളോ വെച്ച് പറയുന്നതല്ല, മറിച്ച് വഹീന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് എന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ പറയുന്ന വാചകത്തെ നമുക്ക് കേൾക്കാം. കഥ, ഇനി ആരെങ്കിലും വിശ്വസിക്കുകയാണ് അന്ന ഹദിയ ഗൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെക്കാൾ നല്ലതാണ് മറ്റൊരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാത്തൊരു മാർഗം എന്നൊരാൾ വിശ്വസിച്ചാൽ, അഥവാ അല്ലെങ്കിൽ ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനേക്കാൾ നല്ലത് മറ്റൊരാളുടേതാണ് എന്ന് വിശ്വസിച്ചാൽ, ഇതുപോലെ നോക്കൂ, ഒരാൾ വിശ്വസിക്കുകയാണ്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഹുക്കുമ പറഞ്ഞിട്ടുണ്ട്, വിധി പറഞ്ഞിട്ടുണ്ട്, അനന്തരം വീതം വെക്കേണ്ടത് എങ്ങനെയാണ്. ഇപ്പം മക്കൾ മാത്രമുള്ള ഒരു ഉപ്പ മരണപ്പെടുന്നു, മക്കൾ മാത്രമാണ് അനന്തര സ്വത്ത് വീതം വെച്ചെടുക്കാനുള്ള അനന്തരാവകാശികളെങ്കിൽ, അത് സ്ത്രീ പുരുഷന്മാരാണ് ആയിട്ടുള്ള മക്കൾ, ആണും കുട്ടികൾ പെൺകുട്ടികളും ഉണ്ടെങ്കിൽ അതെങ്ങനെ വീതം വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആണിന് പിന്നെ 2 പെണ്ണോഹരി എന്ന വിധത്തിലായിരിക്കും ഉണ്ടാകുക. അഥവാ 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെൺകുട്ടിയുമാണെങ്കിൽ തുല്യമായിട്ടല്ല വീതം വെക്കേണ്ടത്, മറിച്ച് വീതം വെക്കേണ്ടത് 3 ഓഹരിയായി തിരിക്കുകയും എന്നിട്ട് ഓഹരി പെൺകുട്ടിക്കും 2 ഓഹരി ആൺകുട്ടിക്കും കിട്ടുന്ന വിധത്തിലാണ് വീതം വെക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും അനുസരിച്ച് പഠിപ്പിച്ചതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിലുള്ള മാർഗം. ഇനി ആരെങ്കിലും വിശ്വസിക്കുകയാണ് എന്ത്, അന്ന ഗൈറ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം ഇതാണ്, അതല്ലാത്തൊരു മാർഗം, തുല്യമായി വീതം വെക്കുന്ന ഒരു രീതി, അക്മലു മിൻ ഹദീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെക്കാൾ പരിപൂർണമായത് ഇതാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിയായി പഠിപ്പിച്ച ഈ കാര്യത്തെക്കാൾ നല്ലത്, അത് നിക്കാഹ് കഴിച്ച് പിന്നെ വീട് കൂടുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ കാലത്തെ ചിന്താഗതികളാണ്
അതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാൻ വിവാഹമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലത് മറ്റേ രീതിയാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, ഇങ്ങനെ തുടർന്ന് എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീർപ്പ് കൽപ്പിക്കലും പ്രവാചകന്റെ മാർഗ്ഗത്തിനും എതിരായി അതിനേക്കാൾ നല്ലത് എന്ന് ആരെങ്കിലും മറ്റൊരു മാർഗ്ഗത്തെക്കുറിച്ച് വിശ്വസിച്ചാൽ അത് കുഫ്റ് സംഭവിക്കും. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. മറിച്ചോ, മറിച്ച് അള്ളാഹുവിന്റെ വഹിയായി ഇറങ്ങിയ അല്ലെങ്കിൽ വഹിയായി പഠിപ്പിക്കപ്പെട്ട കാര്യം അത് നമ്മളെ അറിയിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗങ്ങൾ അത് അതിനേക്കാൾ നല്ലതാണ് പുതിയ കാലത്തെ രീതികളെന്ന് വിശ്വസിക്കുന്നു. ഇവ നോക്കൂ, കൊലപാതകം ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അദ്ദേഹത്തെയും കൊല്ലുക എന്നതാണല്ലോ. ഒരു ഒരു കൊലപാതകിയായി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അയാൾക്കും വധശിക്ഷ നൽകണമെന്നാണ്. ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീനേക്കാൾ പ്രവാചകന്റെ ഈ ഹുക്കുമിനേക്കാൾ നല്ലത് പുതിയ കാലത്തെ രീതികളും പുതിയ കാലത്തെ ശിക്ഷാരീതികളുമാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന പഠിപ്പിച്ച ഒരു കാര്യത്തെക്കാൾ നല്ലതുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ സ്വാഭാവികമായും കുഫ്റ് സംഭവിക്കും. എങ്ങനെ? അള്ളാഹു പറഞ്ഞൊരു കാര്യം, അള്ളാഹു പൂർണ്ണമാണ് എന്ന് പറഞ്ഞൊരു കാര്യം, അള്ളാഹു സിദ്ഖും അദ്ലുമാ എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അതിനേക്കാൾ നല്ലതും അതിനേക്കാൾ പൂർണ്ണമായതുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ വിധിക്കുള്ള അല്ലെങ്കിൽ ശരീഅത്തിനുള്ള തശ്രീഇനുള്ള ദീന് പിന്നെ ന്റെ നിയമങ്ങൾ നിർമ്മിക്കാനും അത് നിജപ്പെടുത്താനുമുള്ള അള്ളാഹുവിന്റെ അവകാശത്തെയാണ് അവിടെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ത്വാഗൂത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ത്വാഗൂത്ത് എന്നത് സാധാരണ നിലക്ക് ഉപയോഗിക്കപ്പെടാറുള്ള അതിന് പറയാനുള്ള ഒരു നിർവചനം മാ ഉബിദ മിൻ ദൂനില്ല. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധനാ മൂർത്തികൾക്കാണ് ത്വാഗൂത്ത് എന്ന് പറയാറുള്ളത്. ഇവിടെ ത്വാഗൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു അല്ലാതെ നിയമങ്ങളുണ്ടാക്കുന്ന ആളുകളെക്കുറിച്ചാണ്. ത്വവാഗീത്ത്, താഗൂത്ത് എന്നതിന്റെ പദമാണ്. അതിന്റെ ബഹുവചനമാണ് ത്വവാഗീത്ത്. ഇവിടെ അല്ലാഹു അല്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അത് ഏതൊക്കെ സംവിധാനങ്ങളായാലും അവരുടെ നിയമങ്ങളും അവരുടെ നിയമനിർമ്മാണവും നിയമസംഹിതയുമെല്ലാം റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ചിട്ടുള്ള നിയമത്തെക്കാൾ ഭേദമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ സ്വാഭാവികമായും ഈ അള്ളാഹുവിൻ്റെ കമാലിയത്തിനെ അള്ളാഹുവിൻ്റെ പരിപൂർണതയാണ് അവിടെ ചോദ്യം ചെയ്യുക നിരാകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കുഫ്ർ സംഭവിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ത്വാഗൂത്തുകളെ നിഷേധിക്കുക എന്നതാണ് ഈമാൻ ഉറക്കാനുള്ള മാർഗം എന്നാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസ്വാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. സൂറത്തുൽ ബഖറ 256 ആയത്ത് അഥവാ ആയത്തുൽ കുർസിയിനോട് തുടർന്ന് വരുന്ന തൊട്ടടുത്ത ആയത്താണ്. പിന്നെ അള്ളാഹു പറയുന്നത് ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത്, ആരെങ്കിലും ത്വാഗൂത്തുകളെ നിഷേധിക്കുകയും വയുഅ്മിൻ ബില്ലാഹ് എന്നിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അവർ മുറുകെ പിടിച്ചിരിക്കുന്നത് അത് ഉറപ്പുള്ള പാർശ്വത്തിലാണ് എന്ന്. അതാണ് യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗം എന്നതുകൊണ്ട് അവരങ്ങനെയാണ് മുറുകെ പിടിച്ചത്, അതാണ് ശരി എന്നിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ദീനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വഹീന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളോട് പരിപൂർണമായ വിശ്വാസം നമുക്കുണ്ടാവുക. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ഏറ്റവും പൂർണ്ണമായത്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. സൂറത്തുൽ മാഇദ 50. ആരാണ് അള്ളാഹുവിനേക്കാൾ കൃത്യവും വ്യക്തവുമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? ആർക്കാണ് അതിന് സാധിക്കുക? അത് സാധ്യമല്ലാത്ത സംഗതിയാണ്. റഹ്മാനായ റബ്ബിന്റെ കഴിവിലും അവന്റെ പിന്നെ പ്രത്യേകതയിലും പെട്ടതാണ് അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. അത് ചോദ്യം ചെയ്യാനോ അത് ശരിയല്ല എന്ന് പറയാനോ നമുക്ക് സാധ്യമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന അത്തരം അള്ളാഹുവിന്റെ വിധിവിലക്കുകളോടും നമ്മുടെ സമീപനം അങ്ങനെ തന്നെയായിരിക്കണം. ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങളല്ലാത്ത നിയമങ്ങൾ അനുസരിക്കുന്നതിനെ കുറിച്ചല്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ സാഹചര്യം അടക്കം അള്ളാഹുവിൻ്റെ നിയമമല്ല അല്ലെങ്കിൽ ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളല്ല നമ്മളിവിടെ പരിപൂർണമായും പിൻപറ്റുന്നത്. അത് പിൻപറ്റുന്നതിനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ദീന് ഭ്രഷ്ട് സംഭവിക്കുക എങ്ങനെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തായി പഠിപ്പിച്ച ഹുക്കുമായി പഠിപ്പിച്ച ഒരു കാര്യത്തെക്കാൾ നല്ലത്
മറ്റേതെങ്കിലും മാർഗ്ഗമാണ്, മറ്റാരെങ്കിലും ഉണ്ടാക്കിയ രീതിയാണ്, ശാസ്ത്രമാണ്, ആ രീതിയിലുള്ള നിഗമനങ്ങളാണ് എന്നൊരാൾ പറയണ്ട, എന്നൊരാൾ പ്രവർത്തിക്കണ്ട, എന്നൊരാൾ വിശ്വസിച്ചാൽ തന്നെയും അതിൻ്റെ രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും ഒക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരാൾ അല്ലാഹു അല്ലാത്തവരുടെ, അല്ലാഹു അല്ലാത്ത അല്ലാഹു അവതരിപ്പിച്ചതല്ലാത്ത, അവൻ നിശ്ചയിച്ചതല്ലാത്തൊരു ഹുക്മ് നടപ്പിലാക്കുന്ന സമയത്ത് അവരുടെ വിശ്വാസം എന്താണ്? ഇത് നല്ലതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അഥവാ അല്ലാഹുവിൻ്റെ ഹുക്മിനേക്കാൾ നല്ലതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ഹുക്മിനോളം പോന്നതാണ് എന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പളും പ്രശ്നമുണ്ടാകും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും നിലക്ക് ഗുണകരമാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇത്തരം വിശ്വാസങ്ങൾ തന്നെ അത് പ്രവർത്തനം കൂടാതെ ആ രൂപത്തിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ അവരിൽ നാക്കിദ് സംഭവിക്കും. ദീന് ഭ്രഷ്ട് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന, മുറിഞ്ഞു പോകുന്ന, ബാത്തിലായി പോകുന്ന കാര്യം സംഭവിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുമ്പോൾ മൻ ഇഅ്തഖദ എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. ആരെങ്കിലും വിശ്വസിച്ചാൽ എന്ന പ്രയോഗം ആ നിലക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള നിയമങ്ങളോട് പരിപൂർണമായി കൂറു പുലർത്താൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.